ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് റേച്ചൽ എന്ന് പറയുന്ന മൂവിയുടെ റിയാക്ഷൻ വേണ്ടിയിട്ടാണ്. ട്രെയിലർ റിയാക്ഷനാണ്. അപ്പോൾ ട്രെയിലർ വന്നിട്ട് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ന്യൂസ് കേൾക്കുന്നുണ്ട്, ഹണി റോസിൻ്റെ ഒരു പടം വരുന്നുണ്ട് എന്നുള്ള. കുറേ നാളായിട്ട് പുള്ളിക്കാരിയെ പടത്തിലൊന്നും കാണാറില്ല. നമ്മൾ ഇനോഗ്രേഷൻ വേദികളിലാണ് പുള്ളിക്കാരിയെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു പടം, ഈ പടത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും കുറേ ഡേറ്റ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻ്റെ ഡേറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പടത്തിന് വേണ്ടിയിട്ട് കുറേ എൻഗേജ്ഡ് ആയി എന്നൊക്കെ നമ്മൾ കുറേ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് കാട്ടി കയറുന്നത് 16-ാമത്തെ വയസ്സിലാണ്. ആനക്കൊമ്പായിരുന്നതാ ലക്ഷ്യം. പുതുക്കണം സോമൻ, ചാക്കുള ജോണിച്ച്, ഒറ്റക്കണ്ണം പീറ്റർ. എബ്രിഡ് ആണ്, എബ്രിഡ് ഷൈൻ്റെ പടമാണ് കേട്ടോ. എബ്രിഡ് ഷൈൻ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്ത എബ്രിഡ് ഷൈൻ്റെ പുള്ളിയുടെ പടമാണ്. ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പടമാണ് എന്നാണ് തോന്നുന്നത്. പലരും അയാൾക്ക് വേണ്ടി എന്നാ ലുക്കാ, പുള്ളിയൊക്കെ എന്തൊരു ആക്ടറാണല്ലേ നമ്മുടെ ജാഫർ ഇടുക്കിയൊക്കെ. പുള്ളിയുടെ വോയിസ് മോഡുലേഷനും പുള്ളിയുടെ പെർഫോമൻസും എന്തൊരു ആക്ടറല്ലേ. ഇങ്ങനെയുള്ള റിയലിസ്റ്റിക് മൂവികളിൽ പലപ്പോഴും പുള്ളിയുടെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കാറുണ്ട്. ഒരുപാട് പടം ഈ ഇടയ്ക്ക് ഇറങ്ങിയ തന്നെ നമ്മുടെ ഒരുപാട് പടങ്ങളിൽ, ചുരുളി അതേപോലുള്ള കുറേ പടങ്ങളിൽ പുള്ളിയുടെ പക്ക നാച്ചുറൽ സാധനം നമുക്ക് കാണാൻ പറ്റും. ഇതിലും ഒരു അന്ധനായ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ലുക്കൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. കാട് കയറിയ ഏറ്റവും പുതിയ നമ്മുടെ നാട്ടിലെ പുതിയ താമസക്കാരനാ. ഇപ്പം പാലായി കുത്തിവെസ് ഉണ്ടാക്കി കുറ്റിയും പറിച്ച് വന്നാ കേട്ടെ. ബിജു മേനോൻ അല്ല, ബാബുരാജ് ആണ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്നാണ് തോന്നുന്നത് കേട്ടോ. പുള്ളി തന്നെയാണ് ട്രെയിലറിൽ ഇത്രയും നേരം കണ്ടതിൽ ഉടനീളം പുള്ളിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇതിന് മെയിൻ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ആഹാ, ചേച്ചിയെ കാണിച്ചു. ചേച്ചി കുറേ നാളെ ചേച്ചി കുറച്ച് മോശമായിപ്പോയെന്ന് തോന്നുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ, ട്രെയിലറിൽ കാണുമ്പോൾ ചേച്ചി കുറച്ച് മോശമായി പോയാലോ ഒന്ന്. എന്തായാലും ഈ പടത്തിന് വേണ്ടി കുറച്ച് അധികം കഷ്ടപ്പെട്ടവരുണ്ടെന്നാണ് കേട്ടത്. കാണാം നമുക്ക്. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, അതിന്റെ സ്വഭാവം മുഴുവൻ മാവടക്കാം. പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? പോത്തുജോയുടെ മോളെ പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? പോത്തുജോയി ഒരു പക്ക നാടൻ പടമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ പേരായിരിക്കും പോത്തുജോയി. കൊള്ളാം. നമ്മുടെ ദൃശ്യത്തിലെ വരുണല്ലേ ഇത്, അവനാണ് നായകൻ എന്ന് തോന്നുന്നു കേട്ടോ, ഹണി റോസിന്റെ. ചന്തു സലീം കുമാറും ഉണ്ട് കേട്ടോ. പുള്ളിക്കാരനിപ്പോ അത്യാവശ്യം പടങ്ങളിലൊക്കെ നല്ല റോളുകൾ കിട്ടുന്നുണ്ട്. ലോക പുള്ളിക്കാരനൊരു വലിയ സ്റ്റെപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പുതുമഴയ്ക്ക് വേട്ടക്കാരൻ കാടുകൾ സംഭവം കൊലപാതകം, അത് ഉറപ്പാണ്. ആരെയും സംശയമുണ്ടോ? അതെന്റെ പുറകെ തന്നെയുണ്ട്. തീ വീണത് കാട്ടിലല്ല, അപ്പന്റെ നെഞ്ചത്താണ്. വേട്ടക്കാരന്റെ പകയായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക, ആനപ്പക പോലെ. എന്ത് ഷോട്ടാ അത്.
ഹണി റോസിന്റെ ഭയങ്കരമായ ആക്ഷനാണ് പടത്തിൽ കാണാൻ പറ്റുന്ന മൊത്തം. പുള്ളിക്കാരത്തിയുടെ ഇതുവരെ ചെയ്ത് പുള്ളിക്കാരത്തിയുടെ എൻറ്റയർ കരിയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ഷന് കൂടുതൽ പ്രാധാന്യം ചെയ്ത് കൊടുത്തുകൊണ്ട് പുള്ളിക്കാരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആദ്യത്തെ പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫുൾ ആക്ഷൻ, ഫുൾ ആക്ഷൻ. അതേപോലെ കുറേ ബ്ലഡ് ഷെഡ് ഒക്കെ പടത്തിൽ കാണുന്നുണ്ട്. പടം ആ ടൈറ്റിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം ബ്ലഡ് ഷെഡ്. അപ്പോൾ എബ്രിഡ് ഷൈൻ ആണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രൊഡ്യൂസേഴ്സ് മഞ്ജു ബാദുഷ, ഷാഹുൽ ഹമീദ്, രാജൻ ചിറയിൽ. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷയുടെ വൈഫാണ് മഞ്ജു ബാദുഷ. അതേപോലെ ഈ പേരുകളൊക്കെ പുതിയതാണ്. എബ്രിഡ് ഷൈൻ്റെ പേര് മാത്രം നമുക്ക് കുറച്ച് പരിചിതമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുതിയ പേരുകളാണ്. ഹണി റോസ് മെയിൻ റോളിൽ എത്തുന്ന റേച്ചൽ. ഇത് ഒരു പാൻ ഇന്ത്യൻ പടമായിട്ട് ഇറക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ലാംഗ്വേജിലും ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. റേച്ചൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി എല്ലാ ഭാഷയിലും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് പടം പുറത്തിറക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നമുക്ക് ഈ പടത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം വിഷ്വൽസും ടോട്ടൽ ഒരു ആംബിയൻസും എല്ലാം കാണുമ്പോൾ ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. പടം എന്നാ റിലീസ്? ഡിസംബർ 6-നാണ്. ഡിസംബർ 6-ാം തീയതിയാണ് പടം റിലീസ്. അപ്പോൾ നമുക്കെല്ലാം തിയേറ്ററിൽ കാണാം. പടം കണ്ടിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ, ബൈ.